നമസ്കാരം. സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഈ കാലത്ത് ജനിച്ചു വളർന്ന ഇപ്പോഴത്തെ കുട്ടികൾ പല കാര്യങ്ങളിലും പഴയ തലമുറയേക്കാൾ വളരെ മുമ്പിലാണ്. വിരൽത്തുമ്പിൽ ഏത് വിവരവും ലഭിക്കുന്ന ഇക്കാലത്ത് പഠനത്തിലും കലാ കായിക മേഖലകളിലുമൊക്കെ കുട്ടികൾ അതിവേഗമാണ് മുന്നേറുന്നത്. പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളുമൊക്കെ അവരെ വളരെ വേഗത്തിൽ തെറ്റുകളിലേക്ക് എത്തിച്ചേക്കാം. സ്വഭാവ വൈകല്യങ്ങളും കുറ്റവാസനയുമൊക്കെ മുൻപും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ആശങ്കയുണ്ടാക്കും വിധം അവ വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. കുട്ടികളെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സ്വഭാവ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യാനും രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാലത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പത്തനംതിട്ട കോന്നിയിൽ നിന്നുള്ള ഒരു വാർത്ത ഞെട്ടലുണ്ടാക്കുന്നതാണ്. അവിടെ 9ാം ക്ലാസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയത് സഹപാഠികൾ ചേർന്നാണ്. പീഡനത്തിന് ഒത്താശ ചെയ്ത ഒരു പെൺകുട്ടിയും ആ കേസിൽ പ്രതിയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികളടക്കമുള്ളവർ പീഡനത്തിന് ഇരയാക്കിയതായ കേസ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു. കേസിൽ ഒരു പെൺകുട്ടിയടക്കം 10 പ്രതികളുണ്ട്. പ്രായപൂർത്തിയായ 2 പേരും പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കേസിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരിയെയാണ് 10 പേർ ചേർന്ന് പലതവണ പീഡിപ്പിച്ചത്. സ്കൂളിലെ ശുചിമുറിയിലും സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ട മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു പീഡനം. പ്രതിപ്പട്ടികയിൽ ഉള്ളവരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെ ചൈൽഡ് ലൈൻ അധികൃതരോടാണ് പീഡന വിവരം പെൺകുട്ടി തുറന്നു പറഞ്ഞത്. സഹപാഠികൾ പെൺകുട്ടിയെ ഒരുമിച്ച് പീഡനത്തിനിരയാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിൽ പ്രായപൂർത്തിയായ 2 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ സഹപാഠികൾക്ക് പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. 6 പേരെ കൂടുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. മൊഴികളും സാഹചര്യങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും അറസ്റ്റ്. ചോദ്യം ചെയ്ത 2 പേർ പ്രായപൂർത്തിയായവരാണ്. ഇതിൽ ഒരാൾ നേരത്തെ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 50-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിലും പ്രതിയാണ്. 1.5 വർഷം മുൻപ് നടന്ന ആ പീഡനവുമായി കൂടുതൽ സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. പ്രതികളെന്ന് സംശയിക്കുന്നവർ നിരീക്ഷണത്തിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടവും ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങളും പൊതുനിരത്തുകളിൽ ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ചില്ലറയല്ല. കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സമയക്രമം സംബന്ധിച്ചുണ്ടായ തർക്കത്തിനിടെ വടിവാളുമായി ജീവനക്കാരന്റെ പരാക്രമം. വൈറ്റില ഹബിലായിരുന്നു സംഭവം. അതുല്യ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ് ഇങ്ങനെ ആക്രമണം നടത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. രണ്ട് ബസ്സുകൾ തമ്മിൽ ഏറെ നാളുകളായി സമയത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു. കലൂർ സ്റ്റാൻഡിൽ വെച്ച പാർക്കിങ്ങിനെ ചൊല്ലിയും 2 ബസ്സുകൾ തമ്മിൽ തർക്കമുണ്ടായി. ഇതിന് പിന്നാലെ വൈറ്റില ഹബിലെത്തിയപ്പോഴാണ് ഗുരുദേവ ബസ്സിലെ ജീവനക്കാരെ അതുല്യ ബസ്സിലെ ജീവനക്കാരൻ വടിവാളുമായി ആക്രമിച്ചത്. വണ്ടി തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം.
ഇയാൾ അസഭ്യം പറഞ്ഞതായും ഗുരുദേവൻ ബസ്സിലെ ജീവനക്കാർ പറയുന്നു. ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമാണ് പരിക്കേറ്റത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയവർക്കെതിരെ മരട് പോലീസിന് പരാതി നൽകി. മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണമായതിനാൽ പ്രതികൾക്കെതിരെ ആംസ് ആക്ട് അടക്കം ചുമത്താനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി. നെയ്യാറ്റിൻകര വെള്ളറടയിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെ ആക്രമണമുണ്ടായി. ബൈക്കിലെത്തിയ യുവാവ് ബസിന്റെ മുൻവശത്തെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു. സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞ യുവാവിന് വേണ്ടി വെള്ളറട പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉച്ചയ്ക്ക് ശേഷം 2:30 പനച്ചുമൂടിന് സമീപം കേരള തമിഴ്നാട് അതിർത്തിയായ പുലിയൂർ ശാലയിലായിരുന്നു സംഭവം. മാർത്താണ്ഡത്ത് നിന്ന് പനച്ചുമൂടിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന വനിതകൾക്കുള്ള സൗജന്യ ബസ്സിനു നേരെയാണ് യുവാവ് ആക്രമണം നടത്തിയത്. പനച്ചുമൂട് ജംഗ്ഷനിൽ ബസ് തിരിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തിയ യുവാവ് ബസ്സിന് മുന്നിലേക്ക് വട്ടം ചാടി. തുടർന്ന് ഇതേ ചൊല്ലി ഡ്രൈവറും കണ്ടക്ടർ ഷിബുവും യുവാവുമായി വാക്കേറ്റമുണ്ടായി. പ്രകോപിതനായി ബൈക്കുമായി പോയ യുവാവ് പിന്നാലെ വരികയായിരുന്ന ബസ് പുലിയൂർ ശാലയിൽ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ചുടുകല്ലുകൊണ്ടാണ് ചില്ലെറിഞ്ഞ് തകർത്തത്. ഈ സമയം ബസ്സിൽ 8 യാത്രക്കാരുണ്ടായിരുന്നു. എന്നാൽ ആർക്കും പരിക്കില്ല. വെള്ളറട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആക്രമണശേഷം കടന്നുകളഞ്ഞ യുവാവിനായി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ ഇതിൽ ചിലർക്കെങ്കിലും കാക്കി നിയമലംഘനങ്ങൾ നടത്താനുള്ള മറയാണ്. എറണാകുളം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിൽ പരസ്യ മദ്യപാനം നടന്നതാണ് ഒടുവിലത്തെ സംഭവം. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കാൻ കൊണ്ടുപോകവേ ഓടി രക്ഷപ്പെടാനും ഇവർ ശ്രമിച്ചു. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. KAP 1-ാം ബറ്റാലിയനിലെ KU അഭിലാഷ്, N നവാസ്, M വിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിൽ പരസ്യമായി മദ്യപിച്ചതിനാണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. KAP 1-ാം ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരായ KU അഭിലാഷ്, N നവാസ്, M വിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ക്യാമ്പിൽ നടന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ഇവരെ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരിൽ നിന്നും മദ്യക്കുപ്പിയും ഗ്ലാസും പിടിച്ചെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചിരുന്നു. തുടർന്ന് ബലപ്രയോഗത്തിലൂടെ വൈദ്യപരിശോധന നടത്തിയതിൽ നിന്നാണ് 3 പേരും മദ്യപിച്ചതായി തെളിഞ്ഞത്. ഇന്നലെ രാവിലെ 7 മണിക്കാണ് സംഭവം നടന്നത്. മദ്യപിച്ചവരിൽ ഒരാൾ യൂണിഫോമിലായിരുന്നു. അന്വേഷണം നടത്തിയ അസിസ്റ്റന്റ് കമാൻഡന്റാണ് 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ മറവിൽ നിരപരാധിയായ യുവാവിനെ നടുറോഡിൽ മർദ്ദിച്ച പോലീസുകാരന് സസ്പെൻഷൻ. തൃശൂർ വെസ്റ്റ് കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ് ഉദയകുമാറിനെ മർദ്ദിച്ച കേസിൽ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിനുകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം സഹപ്രവർത്തകരെ രക്ഷിക്കാൻ കൊരട്ടി പോലീസ് ഒത്തുകളിച്ചുവെന്ന ആരോപണവുമുണ്ട്. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താവുന്ന കേസിൽ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയെന്നാണ് ആരോപണം. വ്യാഴാഴ്ച വൈകിട്ട് കൊരട്ടി ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥിനെ ബാറിൽ അടിപിടിയുണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞാണ് ആക്രമിച്ചത്. അസഭ്യം പറയുകയും മുഷ്ടി ചുരുട്ടി ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്.
താൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറാകാതെ ഇരുന്ന പോലീസുകാരന്റെ അഴിഞ്ഞാട്ടമെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. തൂഫാനിൽ കുടുക്കി കഞ്ചാവ് കേസിൽ അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തി. സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോണും ചാർജറും ഹെഡ്സെറ്റും റോഡിലെറിഞ്ഞ് തകർക്കുകയും ചെയ്തു. ഈ സമയം വിനുകുമാർ യൂണിഫോമിലായിരുന്നില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു യൂണിഫോമിലല്ലാത്ത ഒരാളൊന്നും എൻ്റെ മേത്തേക്ക് തട്ടി എന്താന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ കടയാണോ, നീ എന്തിനാ നേരത്തെ ഇവിടെ നിൽക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാള് വേഗം തന്നെ എൻ്റെ ബാഗ് തട്ടിപ്പറിക്കാനുണ്ടായി. ബാഗ് തട്ടിപ്പറിച്ച് ബാഗിലത്തെ സാധനങ്ങളെല്ലാം പുള്ളി പുറത്തേക്കിട്ട് വലിച്ചെറിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ സംഭവം, എന്താ കാര്യം ഞാൻ ചോദിച്ചു. അപ്പോഴൊന്നും പുള്ളി കാര്യം പറഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ കാണിച്ചു തരാന്ന് കുറച്ചു നേരം പുള്ളി എന്നോട് പറഞ്ഞു. മർദ്ദനമേറ്റ് ബോധരഹിതനായി സിദ്ധാർത്ഥിനെ പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. വിവരമറിഞ്ഞെത്തിയ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഉദയകുമാർ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വധശ്രമമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താവുന്ന കേസിൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും CPO വിനുകുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതായും പരാതിക്കാർ ആരോപിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത ഹബീബുള്ള എന്ന സബ് ഇൻസ്പെക്ടർക്ക് തൻ്റെ സ്റ്റേഷനിലുള്ള പോലീസുകാരനെ അറിയില്ല എന്നാണ്, കണ്ടാൽ അറിയാവുന്ന ആൾ എന്നാണ് FIRലെ വിശേഷണം. അതുമാത്രമല്ല, ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ള സിദ്ധാർത്ഥ് ഉദയകുമാറിൻ്റെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ FIR രജിസ്റ്റർ ചെയ്തു, സ്വാഗതാർഹം. പക്ഷേ വളരെ ലളിതമായ വകുപ്പുകൾ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കാൻ കഴിയുന്ന ലളിതമായ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. വിഷയത്തിൽ മന്ത്രി OJ ജനീഷ് ഇടപെട്ടതിനു പിന്നാലെയാണ് പോലീസുകാരനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. നേരത്തെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന വിനുകുമാർ അവിടെ നിന്ന് ശിക്ഷാ നടപടികളുടെ ഭാഗമായുള്ള സ്ഥലം മാറ്റം ലഭിച്ചാണ് കൊരട്ടി സ്റ്റേഷനിലെത്തിയത്. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കുറ്റവാളി ലാല കബീറും കൂട്ടാളിയും പിടിയിലായി. കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ ലാല കബീർ. ദേശീയപാതയിൽ കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് ഈ സംഘം പിടിയിലാവുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും കുമ്പള പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് അന്തർ സംസ്ഥാന കുറ്റവാളി ലാല കബീറും കൂട്ടാളിയും അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് 30 കിലോ കഞ്ചാവ് പിടികൂടി. കാഞ്ഞങ്ങാട് സ്വദേശിയായ ലാല കബീറിനൊപ്പം കൂട്ടാളിയായ മുഹമ്മദ് നിഹാലും പിടിയിലായി. രഹസ്യ വിവരത്തെ തുടർന്ന് കുമ്പള ദേശീയപാതയിൽ ആരിക്കാടി ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇരുവരും പിടിയിലായത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസ്, SI KP ഗണേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ലാല കബീർ. കേരള, കർണാടക സംസ്ഥാനങ്ങളിലായി ലാല കബീറിനെതിരെ നിരവധി കേസുകളുണ്ട്. മൈസൂരുവിൽ ജയിലിലായിരുന്ന ലാല കബീർ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. മേലെഴുത എസ്റ്റേറ്റ് സ്വദേശി വിമൽ, പുതുവൽ സ്വദേശി ജോൺസൺ എന്നിവരെയാണ് പീരുമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 28 രാത്രിയായിരുന്നു ഈ ആക്രമണം. കഴിഞ്ഞ ജൂൺ 28 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രാത്രിയിൽ ഒരു രോഗിയോടൊപ്പം എത്തിയ ചിലർ തമ്മിൽ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ വെച്ച് വാക്കുതർക്കവും പിടിവലിയും ഉണ്ടാവുന്നത് കണ്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവരുടെ സമീപത്തേക്ക് എത്തിയത്. ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി പ്രതികളായ വിമലും ജോൺസണും വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ജീവനക്കാരനെ മർദ്ദിച്ചതായാണ് കേസ്.
പിന്തിരിയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരനെ പുറകെ എത്തി അസഭ്യം പറയുകയും വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു എന്ന് എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതികളെ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പീരുമേട് പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് പട്ടാമ്പി തൃത്താല മേഖലകളിൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും മോഷണം നടത്തിയ 6 അംഗ സംഘം പിടിയിലായി. നവദത്ത്, ആദിത്യൻ, മുഹമ്മദ് ഷിബിൽ, അശ്വിൻ, ശ്രീഹരി, വൈഷ്ണവ് എന്നിവരെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. 19നും 21നും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിയിലായവരെല്ലാം. ഇവർ ഒരുമിച്ച് പഠിച്ചവരാണെന്നും സുഹൃത്തുക്കളാണെന്നും പോലീസ് പറഞ്ഞു. പട്ടാമ്പി തൃത്താല മേഖലകൾ കേന്ദ്രീകരിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയിരുന്ന 6 അംഗ സംഘത്തെയാണ് കൊപ്പം പോലീസ് പിടികൂടിയത്. കൊപ്പം കരിങ്ങനാട് ക്ഷേത്രങ്ങളിൽ നിന്ന് പാത്രങ്ങൾ ഉൾപ്പെടെ ഇവർ മോഷ്ടിച്ചിരുന്നു. തൃത്താല, പട്ടിത്തറ എന്നിവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. തിരുവേഗപ്പുറ, വിളത്തൂർ, ചെമ്പ്രയിലും വീട്ടിൽ മോഷണം നടത്തിയിരുന്നു. മോഷ്ടിച്ച വസ്തുക്കൾ കഴിഞ്ഞ ദിവസം തൃത്താലയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഘം പോലീസിന്റെ പിടിയിലാകുന്നത്. കടയുടമയ്ക്ക് തോന്നിയ സംശയമാണ് ഇവരെ പിടികൂടാനിടയാക്കിയത്. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത, ആലൂർ സ്വദേശികളായ ആദിത്യൻ, മുഹമ്മദ് ഷിബിൽ, അശ്വിൻ, ശ്രീഹരി, കുരിങ്ങനാട് വിളയൂർ സ്വദേശി വൈഷ്ണവ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണങ്ങൾ നടത്തിയ പ്രതികളെ നമ്മൾ തൃത്താല പോലീസും കൊപ്പം പോലീസും ചേർന്ന് പിടിച്ചിട്ടുണ്ട്. തൃത്താലയിലെ ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് പിടിച്ചത്. കളവ് മുതലുകൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിച്ചതാണ്. 6 പ്രതികളുണ്ട് ഇതിൽ. ഇവിടുത്തെ 1-2 ക്ഷേത്രങ്ങളിൽ കയറി ഓട്ടുപാത്രങ്ങളും പിത്തളപാത്രങ്ങളും എടുത്ത് വിൽപ്പന നടത്താൻ ശ്രമിച്ചതായിരുന്നു. 3 പ്രതികളെയാണ് ആദ്യം പിടികൂടിയത്. പിന്നീട് മറ്റ് 3 പേരെ കൂടി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൃത്താല പോലീസിന്റെ സഹകരണത്തോടെയാണ് കൊപ്പം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഒരുമിച്ച് പഠിച്ചവരും സുഹൃത്തുക്കളുമാണെന്നാണ് പോലീസ് പറയുന്നത്. മുമ്പ് മറ്റു കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കർണാടകയിലെ മംഗളൂരു ബൈക്കമ്പാടിയിൽ പയ്യന്നൂരിലെ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചത് ഏറെ നടുക്കമുണ്ടാക്കിയ സംഭവമാണ്. കേസിൽ കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. 13 പ്രതികൾ ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ആസൂത്രിതമായാണ് കവർച്ച നടന്നതെന്ന് പോലീസ് പറയുന്നു. വാഹനം തടഞ്ഞു നിർത്തി പയ്യന്നൂരിലെ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ലക്ഷങ്ങളുടെ സ്വർണം കൊള്ളയടിച്ച കേസിലാണ് 3 പേർ അറസ്റ്റിലായത്. കണ്ണൂർ പാതിരിയാടിയിലെ RK നിമിൽ, കർണാടക മടിക്കേരി സ്വദേശികളായ ഇർഷാദ്, മുസ്തഫ എന്നിവരാണ് പനമ്പൂർ പോലീസിന്റെ പിടിയിലായത്. കേസിൽ 13 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ജൂൺ 29 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പയ്യന്നൂരിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി വികാസ് സുബ്ബറാവു ധനവാഡിയെയാണ് കവർച്ചയ്ക്കിരയായത്. മഹാരാഷ്ട്രയിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ കുടുംബസമേതം പങ്കെടുത്ത് പയ്യന്നൂരിലേക്ക് തിരിച്ചു വരുന്നതിനിടെയായിരുന്നു കവർച്ച. ബൈക്കമ്പാടിയിലെത്തിയപ്പോൾ 2 ഇന്നോവ കാറുകളിലും സ്വിഫ്റ്റ് കാറിലുമായി എത്തിയ അക്രമി സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചുവെന്നാണ് കേസ്. കാറിനകത്തുണ്ടായിരുന്ന 20 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവും 2 മൊബൈൽ ഫോണുകളുമാണ് നഷ്ടമായത്. ഒളിവിൽ കഴിയുന്ന 13 പ്രതികൾ മടിക്കേരി, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 മംഗളൂരു. കോഴിക്കോട് വടകര കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പു കേസിൽ കോൺഗ്രസ് നേതാവ് സുധീർ അറസ്റ്റിൽ. ഒളിവിലായിരുന്ന സുധീറിനെ
ചേന്ദമംഗലൂരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുന്നത്. സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ സൊസൈറ്റിയിൽ കോടികളുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ വന്നതോടെ സുധീറിന്റെ വീടിന് മുന്നിൽ വയോധികൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. കഴിഞ്ഞ മെയ് 29-നായിരുന്നു ദാരുണ സംഭവം. തിരുവള്ളൂർ സ്വദേശിയായ ഇബ്രാഹിം ഹാജി സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് സുധീർ കുമാറിന്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. 2021 മുതൽ 23 വരെയുള്ള കാലയളവിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാനായി ഇബ്രാഹിം ഹാജി സൊസൈറ്റി ഓഫീസിലും സുധീർ കുമാർ അടക്കമുള്ള ഭാരവാഹികളുടെ വീടുകളിലും നിരന്തരം കയറിയിറങ്ങി. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെയാണ് സൊസൈറ്റി പ്രസിഡന്റായ സുധീറിന്റെ വീട്ടിലെത്തി ജീവനൊടുക്കിയത്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് പിന്നാലെ സൊസൈറ്റിക്കെതിരെ വ്യാപക പരാതികളാണ് ഉയർന്നത്. സഹകരണ വകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിൽ സൊസൈറ്റിയിൽ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തി. ഇതേ തുടർന്ന് സഹകരണ വകുപ്പ് നൽകിയ പരാതിയിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. UDF നേതൃത്വത്തിലുള്ള സൊസൈറ്റിയുടെ ഭാരവാഹിയായ സുധീർ കുമാറിനെ സംഭവത്തിന് പിന്നാലെ DCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. കേസിൽ സുധീർ കുമാറിനെ കൂടാതെ ബോർഡ് അംഗം റനീഷ്, ബോർഡ് പ്രസിഡന്റ് പ്രീന, ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് എന്നിവരും പ്രതികളാണ്. കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന. ന്യൂസ് 18 കോഴിക്കോട്. നെയ്യാറ്റിൻകര കുടപ്പനമുട്ടിൽ പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ചുവെന്ന് പരാതി. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കുടപ്പനമൂട് വാർഡംഗം അൽ അമീനാണ് മർദ്ദനമേറ്റത്. വാർഡിൽ പുഷ്പകൃഷി ആരംഭിച്ചപ്പോൾ സമീപത്തെ വസ്തു ഉടമയുമായുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പരാതി ലഭിച്ചുവെന്നും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്നും പോലീസ് പറഞ്ഞു. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കുടപ്പനമൂട് വാർഡംഗം അല്ലമീനാണ് മർദ്ദനമേറ്റത്. പഞ്ചായത്തിലെ പുഷ്പകൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലമീന്റെ വാർഡിലെ കുളത്തിന് സമീപത്തായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ കൃഷി ആരംഭിച്ചിരുന്നു. എന്നാൽ തന്റെ സ്ഥലത്ത് അനുവാദമില്ലാതെ ചെടികൾ നട്ടതായി ആരോപിച്ച് ചൂണ്ടിക്കാട്ടിൽ സ്വദേശിയായ ഭൂവുടമ രംഗത്ത് വന്നു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗത്തിനെതിരെ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ഇരു കൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നതാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനമേറ്റ അല്ലമീൻ. പഞ്ചായത്തിന്റെ കുളത്തിന്റെ കര വൃത്തിയാക്കി അവിടെ ജബർദസ്ത് നടത്തിയത്. ഇതിനെതിരെ വിരോധമുള്ള ഇന്ദ്രജിത്ത് എന്ന പേരുള്ളൊരു വ്യക്തി നിയമപരമായിട്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഞാൻ ആ കേസ് പറഞ്ഞ് തീർപ്പാക്കുന്നതിലേക്ക് വേണ്ടി സ്റ്റേഷനിലെത്തുകയും ചെയ്തു. സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിൽ ഇന്ദ്രജിത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും കൂടെ ചേർന്ന് എന്നെ മർദ്ദിക്കുകയും ഇന്ദ്രജിത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തിപോലത്തെ എന്തോ സാധനം മടക്കി തലയുടെ പിൻഭാഗത്തേക്ക് ആഞ്ഞ് അതിൻ്റെ മറുവശം കൊണ്ട് കുത്തുകയും ചെയ്തു. അതേസമയം പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ചു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് ഭൂവുടമ പറയുന്നു. പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ചതായി പരാതി ലഭിച്ചതായും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായും വെള്ളറട പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ PFI ആയുധ പരിശീലകൻ കീഴടങ്ങി. എറണാകുളം സ്വദേശി TA അയൂബാണ് കൊച്ചി NIA കോടതിയിൽ കീഴടങ്ങിയത്. മണ്ണാർക്കാട് ജ്വല്ലറിയിൽ ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജ്വല്ലറിയിലെ സ്വൈപ്പിംഗ് മെഷീനിൽ നിന്ന് പണം നൽകണം എന്ന ആവശ്യം നിരസിച്ചതിനാണ് ജീവനക്കാരൻ വിനോദിനെ മർദ്ദിച്ചത്. ആലപ്പുഴ വലിയകുളം ജംഗ്ഷനിലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ കട പൊളിച്ചു നീക്കി പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് മുജീബ്, സുനീർ എന്നിവർ. മലപ്പുറം തിരൂർ പുറവത്തൂരിൽ വീട് കയറി ആക്രമണം നടത്തിയ ലഹരി സംഘത്തിലെ 2 പേർ പിടിയിൽ. 1ഉം 2ഉം പ്രതികളായ ചിറക്കലങ്ങാടി സ്വദേശി സനൽ എന്ന പല്ലൻ സനലും നബീലുമാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്.
പാലക്കാട് ഒലവക്കോട് 5 കിലോ കഞ്ചാവുമായി യുവതി എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് അസം സ്വദേശി രുപ്സാന ബീഗം. കൊല്ലത്ത് അക്ഷയ സെന്ററിൽ കയറി കവർച്ച. കൊല്ലം പാരിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവാവ് ജീവനക്കാരിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവാണ് ഈ മോഷണം നടത്തിയത്. മറ്റൊരാളും ബൈക്കിലുണ്ടായിരുന്നു എന്നാണ് വിവരം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അക്ഷയ സെന്റർ ഉടമ നൽകിയ പരാതിയിൽ പാരിപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ.